61-ാമത്തെ ചോദ്യം നോക്കാം. പ്രകാശപ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഉദാഹരണം ഏത്? പ്രകാശപ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് മഴവില്ല്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മഴവില്ല് പ്രകാശപ്രകീർണനത്തിന് ഉദാഹരണമാണ്. നമുക്കറിയാം, പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശപ്രകീർണനം. ഇതിന് ഉദാഹരണമാണ് മഴവില്ല്. മഴവില്ലിലെ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ നിറം എന്ന് പറയുന്നത് ചുവപ്പ് ആണ്. അതുപോലെ തരംഗദൈർഘ്യം കുറവ് വയലറ്റിനാണ്. വിസരണം കൂടുതൽ സംഭവിക്കുന്നത് വയലറ്റിനാണ്. എന്നാൽ വിസരണം ഏറ്റവും കുറവുള്ള നിറമാണ് ചുവപ്പ്. 62-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. നമുക്കറിയാം, ദോലനം എന്ന് പറഞ്ഞാൽ ഒരു തുലന പോയിന്റിനെ, ഒരു തുലന നിലയെ അടിസ്ഥാനമാക്കി ഒരു വസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിനെയാണ് ദോലനം എന്ന് പറയുന്നത്. ഊഞ്ഞാലിന്റെ ചലനം, പെൻഡുലത്തിന്റെ ചലനം, വാഹനങ്ങളിലെ വൈപ്പറിന്റെ ചലനം, ഇവയൊക്കെ ദോലനത്തിന് ഉദാഹരണമാണ്. ഇവിടെ തന്നിരിക്കുന്ന മറ്റ് ഓപ്ഷൻസ് നോക്കാം. പമ്പരം കറങ്ങുന്നത് വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. അതുപോലെ ഞെട്ടറ്റു വീഴുന്ന മാമ്പഴത്തിന്റെ ചലനം നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനം അത് പരിക്രമണത്തിനും അല്ലെങ്കിൽ വർത്തുള ചലനത്തിനും ഉദാഹരണമാണ്. 63-ാമത്തെ ചോദ്യം. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ഓപ്ഷൻ ബി. നമുക്കറിയാം, സോളാർ സെല്ലിൽ സൗരോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. സൗരോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് സോളാർ സെല്ലിലാണ്. അപ്പോൾ സോളാർ സെല്ലിലെ ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാൽ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമായി മാറ്റുക എന്നതാണ്. 64-ാമത്തെ ചോദ്യം. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി. ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. ഇത് തെറ്റാണ്. ഹൈഡ്രജൻ വാതകത്തിന് ഗന്ധമില്ല. ഹൈഡ്രജൻ വാതകം നിറമില്ലാത്ത വാതകമാണ്. ശരിയാണ്. അതുപോലെ ഹൈഡ്രജൻ പെട്ടെന്ന് തീപിടിക്കുന്നതിനും പൊട്ടിത്തെറിക്കുന്നതിനുമായ വാതകമാണ്. അതും ശരിയാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. പക്ഷേ ഇത് ഇന്ധനമായിട്ട് ഉപയോഗിക്കാത്തതിന് കാരണം പെട്ടെന്ന് തീപിടിക്കും, ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. അതുപോലെ പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലുള്ള വാതകവുമാണ്. പിന്നെ ഹൈഡ്രജൻ റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. ദ്രവ ഹൈഡ്രജൻ ആണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. 65-ാമത്തെ ചോദ്യം നൊബേൽ പ്രൈസ് ആണ്. നമുക്കറിയാം, ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ് നൊബേൽ പ്രൈസ്. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിന്റെ സങ്കലനത്തിനും ആണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 66-ാമത്തെ ചോദ്യം വീണ്ടും ആദിത്യ L1 കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ സൗരദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ L1 എന്ന് പറയുന്നത് ലഗ്രാഞ്ചി പോയിന്റ് 1 എന്നതിനെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ ആദിത്യ L1 എന്തിനു വേണ്ടിയിട്ടുള്ള ISROയുടെ ദൗത്യമാണ്? അതെ, സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ISRO ആദിത്യ L1 എന്ന സൗരദൗത്യം വിക്ഷേപിച്ചത്. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. അതുപോലെ PSLV C57 എന്ന റോക്കറ്റിലാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അതുപോലെ ഇതിലെ ആദ്യത്തെ L1 L1 എന്തിനെ സൂചിപ്പിക്കുന്നു? L1 എന്ന് പറയുന്നത് ലഗ്രാഞ്ചിയൻ പോയിന്റ് 1 എന്നാണ്. 67-ാമത്തെ ചോദ്യം. ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഡെങ്കിപ്പനിയാണ് ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം. നമുക്കറിയാം, ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ കൊതുകുകളുടെ നിവാരണമാണ്. കൊതുകുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണ് ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതുപോലെ പരിസരം വൃത്തിയാക്കുക, കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഒഴിവാക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്ത് പരിസരം വൃത്തിയാക്കി അത് കൊതുകിനെ നിവാരണം ചെയ്യുന്നതാണ് ഡ്രൈ ഡേയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊതുക് പരത്തുന്ന രോഗമാണ് ഡെങ്കിപ്പനി. അതിനാൽ തന്നെ ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം എന്ന് പറയുന്നത് ഡെങ്കിപ്പനിയാണ്. 68-ാമത്തെ ചോദ്യം. അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. മലമ്പനിയാണ് അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം. നമുക്കറിയാം, മന്ത് പരത്തുന്നത് ക്യൂലെക്സ് എന്ന ഇനത്തിൽപ്പെട്ട കൊതുകുകളാണ്. അതുപോലെ ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി എന്ന തരം കൊതുകുകളാണ്.
ഇവിടെ അനോഫിലിസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗമാണ് മലമ്പനി. 69ാമത്തെ ചോദ്യം രോഗങ്ങളും രോഗകാരികളും എന്ന ഭാഗത്ത് നിന്നാണ് ക്ഷയരോഗത്തിന്റെ രോഗകാരി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയരോഗത്തിന്റെ രോഗകാരി. ക്ഷയരോഗത്തിന്റെ രോഗകാരിയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. പിന്നെ കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഡിഫ്തീരിയ പരത്തുന്ന രോഗകാരിയാണ്. വിബ്രിയോ കോളറ എന്ന് പറയുന്നത് കോളറ പരത്തുന്ന ബാക്ടീരിയ, ഒരു തരം ബാക്ടീരിയ ആണ്. ലെപ്റ്റോസ്പൈറ ഇറോഗാൻസ് എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്ന ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസ് പരത്തുന്ന ബാക്ടീരിയയാണ്. 70ാമത്തെ ചോദ്യം ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഹീമോഫീലിയ ജീവിതശൈലി രോഗമല്ല. ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമാണ്. ബാക്കി തന്നിരിക്കുന്ന എല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അതിരോക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് മൂലം രക്തപ്രവാഹം ത്തിന്റെ ഒഴുക്ക് കുറയുന്നതിനാണ് അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. പ്രമേഹം നമുക്കറിയാം, ശരീരത്തിൽ ഷുഗറിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. അതായത് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും ഇൻസുലിൻ പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്നത് മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്. ഹൃദയാഘാതം കൊഴുപ്പടിഞ്ഞു കൂടുന്നത് മൂലം ഹൃദയസ്തംഭനം വരുന്നതാണ് ഹൃദയാഘാതം. അപ്പോൾ അതിരോസ്ക്ലിറോസിസ്, പ്രമേഹം, ഹൃദയാഘാതം എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. 71ാമത്തെ ചോദ്യം ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ എ. നവംബർ 14 ആണ് ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ നമ്മൾ ശിശുദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 14 അന്ന് തന്നെയാണ് വേൾഡ് ഡയബറ്റിസ് ഡേ ആയിട്ടും ആചരിക്കുന്നത്. 72ാമത്തെ ചോദ്യം പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? 4 രോഗങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇതിൽ പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എംഫസിമ, ബ്രോങ്കൈറ്റിസ് എന്നിവയാണ് പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1ഉം 4ഉം. ത്രോംബോസിസ്, അതിരോക്ലോറോസിസ് എന്നിവയെല്ലാം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളല്ല, രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രക്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളാണ്. 73ാമത്തെ ചോദ്യം ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. മാംസ്യമാണ് ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം. മാംസ്യമാണ് ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം. അന്നജം എന്ന് പറയുന്നത് നമുക്ക് ഊർജം പ്രദാനം ചെയ്യുന്നു. 74ാമത്തെ ചോദ്യം ഏതു വിറ്റാമിന്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? നിശാന്തത നമുക്കറിയാം കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. അത് ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ്? വിറ്റാമിൻ എ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമാണ് നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നത്. 75ാമത്തെ ചോദ്യം സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഉള്ള പദ്ധതിയാണ് വയോ അമൃതം. വയോ അമൃതം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണിത്, നടത്തിവരുന്ന പദ്ധതിയാണിത്. സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടുള്ള പദ്ധതിയാണിത്. വയോഅമൃതം പദ്ധതി നടപ്പിലാക്കുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയാണ് ഇതിന്റെ ലക്ഷ്യം. 76ാമത്തെ ചോദ്യം HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്ഷൻ സി സ്നേഹപൂർവം. സ്നേഹപൂർവം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് സ്നേഹപൂർവം. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ എ. ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. അതുപോലെ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരേവ മണ്ണിനം. 78 ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ശൈലി ആപ്പ് ആണ്. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി. 79ാമത്തെ ചോദ്യം കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വേസ്മാൻ ഇവർ 2 പേരുമാണ് 2023 വൈദ്യശാസ്ത്ര നൊബേൽ ജേതാക്കൾ.
അവർ പഠനം നടത്തിയ മേഖല എന്ന് പറയുന്നത് കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതിനുള്ള കാര്യങ്ങൾ കണ്ടെത്തി. കോവിഡ് വാക്സിൻ മരുന്ന് mRNA വാക്സിൻ കണ്ടുപിടിച്ചതൊക്കെ ഇവരാണ്. അതിൽ കൂടുതൽ പഠനം നടത്തിയ ശാസ്ത്രജ്ഞരാണ് കാറ്റ്ലിൻ കാരക്കോ, ഡ്രൂ വെയ്സ്മാൻ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ ജേതാക്കളാണ് കാറ്റ്ലിൻ കാരക്കോവും ഡ്രൂ വെയ്സ്മാനും. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയതിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. 80ാമത്തെ ചോദ്യം, 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നെതർലാൻഡ്സ്. നെതർലാൻഡാണ് 2023 പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചത്. 81ാമത്തത് മാത്സ്. 81 മുതൽ 90 വരെ മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ പറഞ്ഞു പോകാം. ഇവിടെ മാത്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പരിമിതികളുണ്ട്. അതിനാൽ ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്നു. രണ്ട് സംഖ്യകളുടെ ഉസാഗ 8ഉം സംഖ്യകളുടെ ഗുണനഫലം 256 ആയാൽ സംഖ്യകളുടെ ലസാഗു എത്ര? ഉത്തരം ഓപ്ഷൻ ഡി, 32. അതായത് നമുക്കറിയാം LCM × HCF = സംഖ്യകളുടെ ഗുണനഫലം എന്ന ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 82ാമത്തെ ചോദ്യം, 0.232323 എന്ന സംഖ്യക്ക് തുല്യമായ ഭിന്നകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 23/99 ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി. ഇത് ക്രമമായിട്ട് പോയിന്റ് സംഖ്യകളെ ക്രമമായിട്ട് വലിപ്പക്രമത്തിൽ എഴുതിയതാണിത്. അവരോഹണ ക്രമത്തിൽ എഴുതിയതാണ്. 84 താഴെ തന്നിരിക്കുന്നവയിൽ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആകുന്നത് ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് 3, 4, 5 എന്നിവ. 85ാമത്തെ ചോദ്യം, 400 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 10 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് 100 മീറ്റർ നീളമുള്ള ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി, 50 സെക്കൻഡ്. 86 ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ രവിയുടെ റാങ്ക് മുകളിൽ നിന്നും 7 താഴെ നിന്ന് 28 എങ്കിൽ ആ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 34 കുട്ടികൾ. പിന്നെ രഘു, റാം, റാവു എന്നിവയുടെ ഇപ്പോഴത്തെ ആകെ വയസ്സ് 80 ആയാൽ 3 വർഷം മുമ്പ് അവരുടെ വയസ്സ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 71. 88 താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം 25. 89 1/3 - 1/6 + 1/9 ഇതിന്റെ വില കാണുക. ഉത്തരം ഓപ്ഷൻ എ, 5/18. താഴെ തന്നിരിക്കുന്ന ശ്രേണികളെ സംബന്ധിച്ച് ശരിയായത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഇതിൽ 3 ശ്രേണികൾ തന്നിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി, 1ഉം 3ഉം 1ലും 3ലും ഉള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ്. അതാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. 91 മുതൽ 100 വരെ ഫീൽഡ് വർക്കിൽ ഹെൽത്ത് സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. നമുക്കിതിനെ ബയോളജിയിലും റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം 91ാമത്തെ ചോദ്യം നോക്കാം. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലിസ് കൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. നമുക്കറിയാം ക്യൂലെക്സ് കൊതുകുകൾ പരത്തുന്ന അസുഖമാണ് മന്ത്. അതുപോലെ ഈഡിസ് കൊതുകുകൾ പരത്തുന്ന അസുഖമാണ് ഡെങ്കിപ്പനി. 92ാമത്തെ ചോദ്യം, കൊതുക് ജീവിത ചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം? ഉത്തരം ഓപ്ഷൻ സി, 2 ആഴ്ച. 2 ആഴ്ച കൊണ്ടാണ് കൊതുക് അതിന്റെ ജീവിത ചക്രം പൂർത്തിയാക്കുന്നത്. പിന്നെ കൊതുകിന്റെ ജീവിത ചക്രം എങ്ങനെയുള്ളതാണ്? അതാണ് 93ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. മുട്ടയിടുന്നു ആദ്യം, അത് ലാർവയായി മാറുന്നു, ലാർവ പ്യൂപ്പയായി മാറുന്നു, ഈ പ്യൂപ്പ പിന്നീട് കൊതുകായി മാറുന്നു. മുട്ട, ലാർവ, പ്യൂപ്പ, കൊതുക്. ഇതാണ് കൊതുകിന്റെ ജീവിത ചക്രം. അതുപോലെ കൊതുകിന്റെ ജീവിത ചക്രം പൂർത്തിയാകാനെടുക്കുന്ന സമയം 2 ആഴ്ചയാണ്. പിന്നെ കൊതുക് നിവാരണ പദ്ധതിയാണ് ഡ്രൈ ഡേ ആചരിക്കൽ. കൊതുക് നിവാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 94ാമത്തെ ചോദ്യം, കൊതുകിന്റെ എണ്ണം വർദ്ധിക്കുന്നതിന് തടയുന്നതിന് മാർഗങ്ങൾ? ജൈവിക നിയന്ത്രണം, ഫോഗിങ്, സിന്തറ്റിക് കീടനാശിനികൾ ഉപയോഗിക്കുക, പ്രജനന സ്ഥലങ്ങൾ നശിപ്പിക്കുക. തന്നിരിക്കുന്ന 4ഉം കൊതുകിന്റെ എണ്ണം വർദ്ധിക്കുന്നതിന് തടയുന്ന മാർഗങ്ങളാണ്. ജൈവിക നിയന്ത്രണം, ഫോഗിങ് എന്ന് പറഞ്ഞാൽ പുകയിടൽ, സിന്തറ്റിക് കീടനാശിനികൾ ഉപയോഗിക്കുക, പ്രജനന സ്ഥലങ്ങൾ നശിപ്പിക്കുക. 95ാമത്തെ ചോദ്യം, ദേശീയ ഡെങ്കി ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി, മെയ് 16 ദേശീയ ഡെങ്കി ദിനമായി ആചരിക്കുന്നു.
96-ാമത്തെ ചോദ്യം ഈച്ചകൾ പരത്തുന്ന രോഗം ഏതാണെന്നാണ്. ഇവിടെ 4 രോഗങ്ങൾ നൽകിയിരിക്കുന്നു. ഇതിൽ ഈച്ചകൾ പരത്തുന്ന രോഗങ്ങളാണ് കോളറയും അമീബിയാസിസും. അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ശരി. ഈച്ചകൾ പരത്തുന്ന രോഗം കോളറ ആൻഡ് അമീബിയാസിസ്. 97-ാമത്തെ ചോദ്യം മണലീച്ച പരത്തുന്ന രോഗം ഏതാണ്? മണലീച്ച പരത്തുന്ന രോഗമാണ് ഉത്തരം ഓപ്ഷൻ സി കാല അസർ. കാല അസർ പരത്തുന്നത് ആരാണ്? ഏത് രോഗകാരിയാണ്? മണലീച്ചയാണ്. 98-ാമത്തെ ചോദ്യം സ്ക്രബ് ടൈഫസ് അതായത് ചെള്ളുപനി പരത്തുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിഗർ മൈറ്റ് ആണ് സ്ക്രബ് ടൈഫസ് എന്ന അസുഖം പരത്തുന്നത്. സ്ക്രബ് ടൈഫസ് എന്നത് ചെള്ളുപനി എന്നാണ് അർത്ഥം. ചിഗർ മൈറ്റ് എന്ന രോഗകാരിയാണ് സ്ക്രബ് ടൈഫസ് രോഗം പരത്തുന്നത്. 99-ാമത്തെ ചോദ്യം ഖരമാലിന്യ സംസ്കരണത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ മാർഗം ഏതാണ്? കമ്പോസ്റ്റിംഗ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കമ്പോസ്റ്റിംഗ് ആണ് ഖരമാലിന്യ സംസ്കരണത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ മാർഗം. ജ്വലനം, ഉപേക്ഷിക്കൽ അതായത് നിയന്ത്രിത ടിപ്പിംഗ് ഇവയെല്ലാം പരിസ്ഥിതിക്ക് ദോഷകരമായ മാലിന്യ നിർമ്മാർജ്ജന മാർഗങ്ങളാണ്. 100-ാമത്തെ ചോദ്യം ആഴമില്ലാത്ത ട്രഞ്ച് ലാട്രിൻ എവിടെയാണ് അനുയോജ്യമാകുന്നത്? ഇവിടെ ട്രഞ്ച് ലാട്രിൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിൽ മനുഷ്യന്റെ ഒക്കെ മാലിന്യങ്ങളും ഒക്കെ നിക്ഷേപിക്കുന്നതിനാണ് ട്രഞ്ച് ലാട്രിൻ എന്ന് പറയുന്നത്. ഈ ട്രഞ്ച് ലാട്രിൻ ഏറ്റവും അനുയോജ്യമാകുന്നത് ആഴമില്ലാത്ത ട്രഞ്ച് ലാട്രിൻ ഏറ്റവും അനുയോജ്യമാകുന്നത് എവിടെയാണ്? താൽക്കാലിക ക്യാമ്പുകളിലാണ്. ഫീൽഡ് വർക്കർ ഹെൽത്ത് സർവീസിന്റെ 100 ക്വസ്റ്റ്യൻസും അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് പഠിച്ച് എക്സാമിന് പോവുക. ഓൾ ദ ബെസ്റ്റ്.